ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് നോക്കാം. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആ, ഡോക്ടറെ അടുത്ത് ചോദിച്ചോളൂ. ഹലോ ഹലോ ആ പറഞ്ഞോളൂ. ആ പറഞ്ഞോ ആ പറഞ്ഞോ. കേക്കണോ പറഞ്ഞോളൂ. ആ ആ എന്റെ പ്രസവം നിർത്തിയതാണ്. ഇപ്പൊ എനിക്ക് ഈ യോനി കാലത്ത് ഭയങ്കര ചെറുച്ചിലാണ്. അത് എപ്പോഴും ഇല്ല, ഇങ്ങനെ ഇരിക്കുമ്പോ 4-5 മാസം ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ വരുമ്പോഴത്തേനും ചെറിയ ചെറുച്ചിലും ഭയങ്കര ചെറുച്ചിലാണ്. അപ്പൊ ഞാനൊരു ഫീഡുകളിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. വീണ്ടും ചെറുച്ചിലാണ്. അതെന്താണ് ഡോക്ടർ അങ്ങനെ വരുന്നത്? അത് ഇൻഫെക്ഷൻ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ചെയ്യേണ്ടത് നേരിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പരിശോധിപ്പിക്കുക. ഓക്കെ, ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് കറക്റ്റായിട്ട് റെഗുലർ ട്രീറ്റ്മെന്റ് എടുത്ത് അതിനെ പാടേ മാറ്റുക. ഓക്കെ, പിന്നെ 37 വയസ്സായ സ്ഥിതിക്ക് ഒരു സെർവൈക്കൽ സ്മിയർ, പാപ്പ് സ്മിയർ എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യണം കേട്ടോ. അതൊക്കെ ഒരു റുട്ടീനാണത്. എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഉള്ള സ്ഥിതിക്ക് പാപ്പ് സ്മിയർ, സെർവൈക്കൽ സ്വാബ് എന്നൊരു സംഗതി ഉണ്ട്. അതും ഒക്കെ ഒന്ന് ചെയ്തേക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതും കൂടെ വേണം. ശരി, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് കോണ്ടം ഈസ് വൺ മെത്തേഡ്. പിന്നെ ഉള്ള ഒരു സംഭവം ഈ സേഫ് പീരിയഡ് എന്ന് പറയുന്നത്, അത് അത്രയ്ക്ക് ഫുൾ പ്രൂഫ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല. എന്നാൽ പോലും ഞാനിപ്പോൾ പറയാം, ദാറ്റ് ഈസ് ഒരു 28 ദിവസം മുതൽ 32 ദിവസത്തിനുള്ളിൽ ആർത്തവം വരുന്ന മെൻസ്ട്രൽ പീരിയഡ്സ് വരുന്ന ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ സേഫ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മാസമുറ ബ്ലീഡിങ് തുടങ്ങിയ ഫസ്റ്റ് ദിവസം ഡേ 1 തൊട്ട് 8ാമത്തെ ദിവസം വരെ സേഫ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഒത്തിരി പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഡേ 1 ടു ഡേ 8 സേഫ് ആണ്. പിന്നെ ഉള്ള സേഫ്റ്റി പീരീഡ് എന്ന് പറയുന്നത് ഡേ 20, 20ാമത്തെ ദിവസം മുതൽ അടുത്ത പീരീഡ് വരുന്നവർ. ആ ഉള്ള ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും അണ്ടോൽപാദനം നടക്കാം. അപ്പോൾ ബീജം ഈ അണ്ടമായിട്ട് ചേരാൻ സാധ്യതയുള്ളതാണ്. അതായത് അണ്ടോൽപാദനത്തിന്റെ 5 ദിവസം മുമ്പേയും 5 ദിവസം പിമ്പേയും എപ്പോഴും ഈ ഫെർട്ടിലൈസേഷൻ, അതായത് ഗർഭം നടക്കാൻ സാധ്യതയുള്ളതായതുകൊണ്ട് നമ്മൾ 8 ദിവസം, ആദ്യത്തെ 8 ദിവസവും 20 ദിവസത്തിന് ശേഷം അടുത്ത മാസമുറ വരുന്നത് വരെ നമുക്ക് ഏകദേശം സേഫ് പീരിയഡ് എന്ന് പറയാം. ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്തൊരു വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, ബട്ട് വളരെ അധികം ഫെയിലിയർ ഉള്ള ഒരു മാർഗമാണ്. ഓക്കെ, സോ ബേസിക്കലി അത് വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവർക്ക് ചിലപ്പം പറ്റേക്കാം. സോ ഒരിക്കലും അത് സേഫ് പീരിയഡ് സേഫ് ആയിട്ടുള്ള മാർഗമല്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹോർമോണൽ പിൽസ്, സൈക്ലിക്കൽ പിൽസ് എന്ന് പറയും. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഹോർമോൺ പിൽസ്. അത് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിച്ചു പോകാന്നുള്ള അടുത്ത മാർഗം.